ഇന്നലത്തോടെ മീനിൻ്റെ റെസിപ്പി ഞാൻ അവസാനിപ്പിച്ചേക്കുവാണ്. ഇന്ന് നമുക്ക് സാലഡിൻ്റെ റെസിപ്പി കണ്ടാലോ? ഇതിന് വേണ്ടിയിട്ടുള്ള സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ ഒരു സവോളയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ആവശ്യത്തിനുള്ള തക്കാളി വേണം. തക്കാളി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചെടുക്കാം. ഞാനിവിടെ ഒരു തക്കാളിയും ഒരു സവോളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്. ഞാനിവിടെ കുറച്ചധികം പച്ചമുളക് എടുത്തിട്ടുണ്ട്. എനിക്ക് എരിവ് കൂടുതൽ വേണ്ടതുകൊണ്ടാണ് കുറച്ചധികം എടുത്തിട്ടുള്ളത്. ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്, പാകത്തിനുള്ള ഉപ്പിടാം. അതുപോലെ തന്നെ കുരുമുളക് പൊടിയായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ ചതച്ചിട്ടിട്ടുള്ളത്. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള എണ്ണയാണ്. ഫ്ലേവർ ഇല്ലാത്ത എണ്ണ, വെജിറ്റബിൾ ഓയിൽ വേണം എടുക്കാനായിട്ട്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള വിനാഗിരി കുറച്ച് ഒഴിച്ചാൽ മതി. ഒരുപാടായിക്കഴിഞ്ഞാൽ നമുക്ക് പുളിപ്പായി പോകും. അതുകൊണ്ട് ആവശ്യത്തിലുള്ള വിനാഗിരി കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കൈകൊണ്ട് കുഴയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അത് മിക്സായി കഴിയുമ്പോഴത്തേക്ക് സലാഡ് റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും നല്ലൊരു സലാഡാണ്.